പാരഡൈസ് ഓഫ് കുക്കിങ്ങിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. ഒട്ടുമിക്ക ബേക്കറിയിലും കിട്ടുന്ന ഒരു സ്വീറ്റ് ഫുഡാണ് ഗുലാബ് ജാമുൻ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു 4-5 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ബോർഡർ കട്ട് ചെയ്ത് എടുക്കാം. പിന്നീട് ഞാനൊരു മിക്സി എടുക്കുന്നുണ്ട്. മിക്സിയിലോട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞ് ഇങ്ങനൊരു പൊടി പോലെ കിട്ടും. നല്ല പൊടി പോലെ ബ്രെഡ് സ്ലൈസ് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്ത് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ പാല് നമുക്ക് ഈ ബ്രെഡ് സ്ലൈസിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈവച്ച് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ഇനി നമ്മുടെ കയ്യിലോട്ട് ഒരു 2-3 തുള്ളി എണ്ണ ഒഴിക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന സാധനം ഉരുട്ടണമെങ്കിൽ എണ്ണ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കയ്യിൽ. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ ആഡ് ചെയ്തത്. ഏറെക്കുറെ ഒരു ബോൾ ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ബോൾ ഷേപ്പിലാക്കി വെക്കാം. ഇനി ഈ ബോൾസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്യണം. അതിനായിട്ടൊരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് നീക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പം ഏതാണ്ട് നമ്മുടെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് ഇതെടുത്ത് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ പഞ്ചസാര പാനിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പാനിൽ ഒരു 1.5 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് തന്നെ വെള്ളവും ചേർക്കണം. അതിനുശേഷം 2-3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഏലക്ക ആഡ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വറുത്ത് വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ഇത് ചെന്നെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്കൊരു മിനിമം ഒരു 15-20 മിനിറ്റ് എങ്കിലും വെക്കണം. നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഞാൻ ലിഡ് തുറന്നു. അപ്പോൾ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ടാവാം. അരമണിക്കൂർ ഷുഗർ സിറപ്പിനകത്ത് കിടന്നപ്പം നന്നായിട്ട് സെറ്റായി കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുലാബ് ജാമുൻ. ഇത് പഞ്ചസാര ഷുഗർ സിറപ്പ് മുക്കി കഴിക്കണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ പാരഡൈസ് ഓഫ് കുക്കിങ്ങിലെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.